ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഇന്ന് പറയാൻ പോകുന്നത് ഫിസിയോളജി ഓഫ് സ്ലീപ്പ്, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ശാസ്ത്രം. അപ്പോൾ ഇവിടെ മരുന്നില്ലാതെ എങ്ങനെ ഉറങ്ങാം എന്നുള്ളതിനെപ്പറ്റി ഒരു എപ്പിസോഡ്, ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് അതായത്. അപ്പോൾ അതിൽ ഉറക്കത്തിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉറക്കത്തിന് വേണ്ട ചില ഹോർമോണുകളെ പറ്റി ആദ്യം പറയാം. അതിലേറ്റവും പ്രധാനം മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. മെലറ്റോണിൻ ഇത് ഉണ്ടാകുന്നത് ബ്രെയിനിൽ പീനിയൽ ഗ്രന്ഥി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെലറ്റോണിന് 2 റിസപ്റ്റേഴ്സ് ഉണ്ട്. മെലറ്റോണിൻ ആക്ട് ചെയ്യുന്നത് ഈ റിസപ്റ്റേഴ്സിലൂടെയാണ്. MT1 ആൻഡ് MT2 അത് ബ്രെയിനിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഈ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് കണ്ണിൽ ഇരുട്ട് വീണ് തുടങ്ങും എന്ന് പറഞ്ഞാൽ രാത്രിയായി തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അത് കൂടിക്കൂടി വരും. അവസാനം ഇത് കുറയുന്നത് കണ്ണിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ, എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് റെറ്റിനയിൽ സൂര്യപ്രകാശം വീഴുമ്പോഴാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത്, എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ. അപ്പോൾ ഈ ഹോർമോണിന് സ്ലീപ്പ് ഹോർമോൺ എന്ന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഇനി അടുത്ത സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ കോർട്ടിസോണാണ്. അപ്പോൾ ഈ കോർട്ടിസോൺ ഈ മെലറ്റോണിന് നേരെ എതിരാണ്, നേരെ ഓപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഉറക്കത്തിൻ്റെ മെലറ്റോണിൻ ഉറക്കത്തിൻ്റെ ഹോർമോണാണ്. ഇത് ഉറക്കം ഇല്ലാതെ നിൽക്കുന്ന ഒരു ഹോർമോണാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു ഹോർമോണാണ്. ഉദാഹരണത്തിന് ഒരാൾ കടാരിയായിട്ട് നമ്മുടെ മുമ്പിൽ ചാടി വീണ് എല്ലാം ഇങ്ങെടുക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിരട്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉടൻ തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോൺ ഈ കോർട്ടിസോൺ. അപ്പോൾ ഈ കോർട്ടിസോൺ പ്രൊഡക്ഷൻ കൂടുതലും രാവിലെയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അളവ് കുറയുന്നത് വൈകുന്നേരങ്ങളിലോട്ടാകുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. മെലറ്റോണിൻ നേരെ തിരിച്ചാണ്. അപ്പോൾ ഈ കോർട്ടിസോൺ പ്രൊഡക്ഷൻ കൂടുന്നത് ഈ സ്ട്രെസ്സ് കൊണ്ടാണ്. അപ്പോൾ അതിന് വേറൊരു പേര് സ്ട്രെസ് ഹോർമോൺ എന്നാണ്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിസോൺ യഥാർത്ഥത്തിൽ ഉറക്കത്തിൻ്റെ ഒരു ശത്രുവാണ്. ഉറക്കക്കുറവ് വരാൻ സാധ്യതയാണ് ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അടുത്തത് ഉറക്കത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും സഹായിക്കുന്ന ചില ഹോർമോണുകളാണ് ഈ സെക്സ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ മുതലായ ഹോർമോണുകൾ. പിന്നെ ഉറക്കത്തിൻ്റെ നമ്മൾ പറയേണ്ട ഒരു ഹോർമോൺ എന്ന് പറയുന്നത്, ഉറക്കത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടി വരുന്ന ഒരു ഹോർമോൺ ഈ തൈറോയ്ഡ് ഹോർമോണാണ്. തൈറോയ്ഡ് കൂടിയാലും കുറഞ്ഞാലും ഉറക്കത്തിനെ അത് ബാധിക്കും. നമുക്ക് എല്ലാവർക്കും നല്ല ഉറക്കം ആവശ്യമാണ്. അപ്പോൾ ഈ ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡിയിൽ 2 തരം ഉറക്കം ഉണ്ട്. ഒന്ന് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, 2 റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. എന്ന് പറഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ NREM സ്ലീപ്പ്, മറ്റേത് REM സ്ലീപ്പ്. ഈ NREM സ്ലീപ്പിന് 4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. അപ്പോൾ നമ്മൾ ഒരു ആൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അദ്ദേഹം പതുക്കെ ഈ 4 സ്റ്റേജ് NREM സ്ലീപ്പിലും കൂടെ കടന്ന് പോകുന്നു. അപ്പോൾ NREM സ്ലീപ്പ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 60 മിനിറ്റ് തൊട്ട് 120 മിനിറ്റ് വരെ വരും. അതിനുശേഷം പുള്ളി
REM സ്ലീപ്പിലോട്ട് കിടക്കും. ഈ REM സ്ലീപ്പിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 5 മിനിറ്റ് തൊട്ട് ഏകദേശം 30 മിനിറ്റ് വരെ. അങ്ങനെ ഈ സൈക്കിള് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഒരാൾ രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ ഏകദേശം ഒരു 4-5 സൈക്കിൾ ഇതുപോലെ കഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് അവസാനം പുള്ളി REM സ്ലീപ്പിൽ നിന്ന് പതുക്കെ എണീറ്റ് നേരം വെളുത്ത് കഴിയുമ്പോൾ എണീക്കുന്നു. ഇനി ഈ NREM സ്ലീപ്പും REM സ്ലീപ്പും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഈ NREM സ്ലീപ്പിൽ യഥാർത്ഥത്തിൽ ഈ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ എന്ന് പറഞ്ഞാൽ REM സ്ലീപ്പിൽ സിമ്പതറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. അപ്പോൾ NREM സ്ലീപ്പിൽ ഈ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും, ഹാർട്ട് റേറ്റ് കുറവായിരിക്കും, പെരിഫറൽ വാസ്കുലാർ റെസിസ്റ്റൻസ് കുറവായിരിക്കും, മെറ്റബോളിക് ആക്ടിവിറ്റി അത് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. ഈ NREM സ്ലീപ്പ് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ലീപ്പായിരിക്കും അതിന് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സ്വപ്നങ്ങളൊന്നും കാണാറില്ല. അതേസമയത്ത് REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ അത്ര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ലീപ്പൊന്നും ആയിരിക്കത്തില്ല. അവിടെ സിമ്പതറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. ഇവിടെ ഇദ്ദേഹം സ്വപ്നങ്ങൾ കാണാം, പിന്നെ ചിലപ്പോൾ ഇറക്ഷൻ നടന്നിരിക്കും, സ്പോണ്ടേനിയസ് ഇജാക്കുലേഷൻ നടന്നിരിക്കും, ഹാർട്ട് റേറ്റ് ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും, മറ്റേതിനേക്കാളും കൂടുതലായിരിക്കാം, മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കാം, പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കാം, കാർഡിയാക് ഔട്ട്പുട്ട് കൂടാം, BP ഇച്ചിരി കൂടെ കൂടാം. ഇതൊക്കെയാണ് ഈ സിമ്പതറ്റിക് ആക്ടിവിറ്റിയുടെ ഫലങ്ങൾ. അപ്പോൾ NREM സ്ലീപ്പിലും REM സ്ലീപ്പിലും നമ്മൾ ഒരു EEG എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ NREM സ്ലീപ്പിൽ ഈ ഐ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കത്തില്ല, ഉറക്കത്തിലിങ്ങനെ ഐ മൂവ്മെൻ്റ് ഉണ്ടായ. അതേസമയത്ത് ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ ഈ കണ്ണിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ഫിസിയോളജി ഓഫ് സ്ലീപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മരുന്നില്ലാതെ എങ്ങനെ ഉറങ്ങാം എന്നുള്ള ആ എപ്പിസോഡിൽ ഇട്ട് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.